ആഘോഷമായി തിരുവോണമെത്തി. മലയാളികളുടെ മനസ്സിൽ സ്നേഹത്തിന്റെ പച്ചപ്പും സാഹോദര്യത്തിന്റെ നർമ്മണവും നിറയ്ക്കുന്ന ഓണനാളുകൾ വന്നെത്തി. തിരുവോണ ദിനത്തിൽ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ വന്നെത്തും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പ്രജകളെല്ലാം മഹാബലിയെ വരവേൽക്കാൻ മനോഹരമായ പൂക്കൾ ഇടുകയും സദ്യവട്ടങ്ങൾ തയ്യാറായിരിക്കുകയും ചെയ്യും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഓണം നമ്മുടെ മനസ്സുകളിൽ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറയ്ക്കട്ടെ. ഓണം എന്നത് മലയാളികൾക്ക് വെറുമൊരു ഉത്സവമല്ല, അത് നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആഘോഷമാണ്. മഹാബലി ചക്രവർത്തിയുടെ സുവർണ ഭരണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനം നമ്മെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മുടെ ഓണാഘോഷം ഒരു തരംഗമാക്കാൻ വി ആർ റെഡി വിത്ത് തരംഗം 2024. അടുത്തതായി നമ്മുടെ മാവേലി തമ്പുരാന് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ ഈ വർഷം ഞാൻ നേരുന്നു. സമ്പൽ സമൃദ്ധിയുടെയും എല്ലാവരും ഒരു ഓണം. അടുത്തതായി നമ്മുടെ അജയ് സാറിന് നമുക്ക് ഓണാശംസകളും രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിനായി നമുക്ക് ക്ഷണിക്കാം. എല്ലാവരും നല്ലൊരു കൈയോടെ നമ്മുടെ തരംഗമായിട്ട് അജയ് സാർ കടന്നു വരികയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഈ വർഷത്തെ ഓണം ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കുകയാണ്. എല്ലാവരും വെയിറ്റിംഗ് ആണ് ഓണത്തിൻ്റെ ഓരോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഐക്യാംസ് ഫാമിലിയുടെയും പേരിൽ എല്ലാവിധ ഓണാശംസകളും നേരുന്നു. ഈ ഓണം എല്ലാവർക്കും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഏറ്റവും സന്തോഷകരമായ ഒരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇനി നമ്മളോട് എന്താണ് പറയാനുള്ളത്? ഓണവുമായി ബന്ധപ്പെട്ട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ദിവ്യ മിസ്സിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. എല്ലാവർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും ഒരു ഓണം ആദ്യം തന്നെ ആശംസിക്കുകയാണ്. എല്ലാവരും വളരെ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഭയങ്കര നല്ല മേക്കപ്പ് ഇട്ട് നല്ല സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. മാവേലിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ അധികം സമയമില്ല, അതുകൊണ്ട് മാവേലിക്കൊപ്പം ഫോട്ടോ എടുക്കാനുള്ളവരൊക്കെ നേരത്തെ ഒന്ന് ഫോട്ടോ എടുത്തോളാം. വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിലാണെങ്കിലും ഇത്രയും നല്ല കോർഡിനേഷനിൽ ഇത് ചെയ്യാൻ പറ്റുന്നതിലും ഇത്രയും നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതിലും ഇതിൻ്റെ കോർഡിനേറ്റേഴ്സിനോട് പ്രത്യേകം ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ്. വളരെ വിജയിക്കപ്പെടുന്നതിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു മിസ്. മലയാളി മങ്ക കേരള കേസരി മത്സരത്തിനുള്ളവർ ഇതിന് പുറകെ എത്തിച്ചേരേണ്ടതാണ്.
Ciutottavi kalecchola pravaha pavita stale kali. Ciutottavi kalecchola എല്ലാവരും അതിമനോഹരമായ നല്ല മങ്കകളായിരുന്നു. കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും മാർക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ മാർക്സ് ആണ്, ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അപ്പോൾ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് മാർക്ക് അവസാനം ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഒരുപാട് വൈകിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാവർക്കും ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും അതിമനോഹരമായി ചെയ്തു. മലയാളി മങ്കമാര് നന്നായി നടന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ. അതുപോലെ നമ്മുടെ ബോയ്സ് ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു അവരുടെ റാമ്പ് വോക്ക് എല്ലാം കാണാനായിട്ട്. അതുപോലെ സംസാരിച്ച രീതികളാണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എങ്കിൽ പോലും എല്ലാവരും അതിമനോഹരമായി ചെയ്തു. മാർക്ക് കിട്ടുക അല്ലെങ്കിൽ സമ്മാനം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരാളെ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷെ എല്ലാവരും വിജയികളാണ്. സോ മലയാളി മങ്ക ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ചെസ് നമ്പർ 101 എസ്തർ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ മിസ് പറഞ്ഞ പോലെ തന്നെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് രണ്ടാളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേസരിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് 117 ആരോമൽ. ഒരിക്കൽ കൂടി മലയാളി മങ്കയ്ക്കും കേരള കേസരിമാർക്കും നന്ദി.